അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ദിനം ഒരു ദുആ എന്നതിൻ്റെ ഭാഗമായി നമ്മൾ രണ്ടാമത്തെ ദിവസം പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ വളരെ ചെറുതുമായ, പഠിക്കാനും പ്രാവർത്തികമാക്കാനും വളരെ സൗകര്യമുള്ളതുമായ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. ഇതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും നിന്നോട് ഞാൻ ചോദിക്കുന്നു, മിൻ ഫദ്ലിക്, നിൻ്റെ ഔദാര്യത്തിൽ നിന്ന്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകളുടെ കനിവിലും തണലിലുമാണ് നമ്മൾ അനുദിനം അനുനിമിഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കത് സാധ്യമല്ല. അത്രമേൽ വർദ്ധിതമായ നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ ഫളിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വസിക്കുന്ന വായുവാണെങ്കിലും കുടിക്കുന്ന വെള്ളമാണെങ്കിലും നാം പാർക്കുന്ന ഈ ഭൂമിയിലെ അനന്തവിസ്തൃതമായ സൗകര്യ സംവിധാനങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതിൻ്റെയൊക്കെ പിന്നിൽ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ പ്രവർത്തനം കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായി പ്രതീക്ഷ അർപ്പിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെയാണ്. നമ്മൾ വ്യക്തികൾ, അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, സംഘടനകൾ, അവരിൽ നിന്നൊക്കെ നമ്മൾ സഹായവും അതേപോലെ മറ്റ് ഭൗതികമായ സൗകര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെ ചില സബബുകൾ മാത്രമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ചില നിമിത്തങ്ങൾ മാത്രമാണ്. അപ്പോൾ മാതാപിതാക്കളാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട സാമ്പത്തികവും മറ്റുമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ ആ മാതാപിതാക്കൾ എന്ന് പറയുന്ന അനുഗ്രഹം, ഫളില് ആരാണ് ഏർപ്പാടാക്കി കൊടുത്തത്? അള്ളാഹുവാണ്. അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാലും നമ്മൾ അനുഭവിക്കുന്ന ഫളില് അത് ഒരു വ്യക്തിയിലൂടെ, ഒരു സംവിധാനത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അതിൻ്റെ ദാതാവ്, അത് നൽകുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ ആ പ്രയോഗം കാണാൻ സാധിക്കും. ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ പ്രസക്തി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. അല്ലാഹുവേ, നിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാനും അവലംബിക്കുവാനുമുള്ള ഏകമായ ശക്തി അള്ളാഹുവാണ് എന്നുള്ളൊരു ബോധവും തിരിച്ചറിവും നമ്മളിൽ ഉണ്ടാകും. അർത്ഥബോധത്തോടെയും അർത്ഥബോധ്യത്തോടെയും നിത്യേന നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവാണ് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും പിന്നിലുള്ളത്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്ന് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അള്ളാഹുവേ, നീ നൽകിയത് തടയുവാനോ നീ തടഞ്ഞത് നൽകുവാനോ ആരുമില്ല എന്നത് നമ്മുടെ ആദർശവാക്യമാണ്, പ്രതിജ്ഞാവാക്യമാണ്. എങ്കിൽ ആ ആദർശവാക്യവും പ്രതിജ്ഞാവാക്യവും നിരന്തരം ദിനേന ഉരുവിടുന്ന നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ പോകാൻ പാടുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. അല്ലാഹുവേ, നിൻ്റെ ഔദാര്യത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ടെക്സ്റ്റ്, അതിൻ്റെ ഉച്ചാരണം ശരിയായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കി
അതിൻ്റെ മീനിങ് മനസ്സിലാക്കി എന്തുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ റീസൺ നമ്മൾ മനസ്സിലാക്കി. കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഫള്, നിഅമത്ത് അള്ളാഹു തടഞ്ഞു വെക്കുകയോ ഭാഗികമായോ പൂർണ്ണമായോ അത് ബ്ലോക്ക് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ ജീവിതം താളം തെറ്റും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, ആവശ്യപ്പെടേണ്ടത്, പ്രതീക്ഷ അർപ്പിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അല്ലാഹുമ്മ അസ്അലുക മിൻ ഫളിക്, അല്ലാഹുവേ ഇതിൻ്റെ ഔദാര്യത്തിൽ ഞാൻ നിന്നോട് ചോദിക്കും. ഇത് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥന എന്ന നിലക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശാലമായ അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ മറ്റേത് സന്ദർഭത്തിൽ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, അല്ലാഹുവേ നിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു.